آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നിയോ ഹജ്ജ് ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ സന്തോഷമുള്ളൊരു ക്ലാസ്സാണിത്. മറ്റ് ക്ലാസ്സുകളെക്കാളും ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വരുന്ന സുന്ദരമായ ഒരു ഒത്തുചേരലാണ്. അല്ലാഹു തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നാം സൂറ അൽ ഫാത്തിഹയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകൾ വിശകലനം ചെയ്തുകൊണ്ട് പഠിച്ചു വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 4-ാമത്തെ ആയത്തായ മാലിക് യൗമിദ്ദീൻ ആണ് നമ്മൾ പഠിച്ചത്. അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താ ചോദ്യം? അമ്മ ജുസുഇൽ ദീൻ എന്ന വാക്ക് എത്ര തവണ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. കുറച്ചു പേരാണ് അതിന് ആൻസർ ചെയ്തത്. അതിന് മുമ്പത്തെ ചോദ്യത്തിന് കുറെ കൂടി അധികം ആളുകൾ ഉത്തരം ചെയ്തിരുന്നു. അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. അപ്പോ പരിശോധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അതിന് ആൻസർ പിന്നീട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആകെ 12 തവണയാണ് ദീൻ എന്ന വാക്ക് അമ്മ ജുസിൽ വന്നിരിക്കുന്നത്, അല്ലെ? വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയാണ്. ഏതായാലും അൽഹംദുലില്ലാ, ഉത്തരങ്ങൾ കണ്ടെത്തിയവർക്കും കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കും എല്ലാം അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുമാറാവട്ടെ. നമ്മുടെ റസിയത്തൊക്കെ വളരെ ആവേശപൂർവ്വം കണ്ടെത്തിയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇന്ന് നാം 5-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വളരെ പ്രധാനപ്പെട്ടൊരു ആയത്താണ് 5-ാമത്തെ ആയത്ത്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? അള്ളാഹുവിന് സർവസ്തുതി. ഇതേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങൾ പറഞ്ഞ് അതിനാൽ അള്ളാഹുവിന് സർവസ്തുതി, അല്ലേ? സർവലോക സംരക്ഷകനായ അള്ളാഹുവിന് സർവസ്തുതി, പരമകാരുണികനായ അള്ളാഹുവിന് സർവസ്തുതി, കരുണാനിധിയായ അള്ളാഹുവിന് സർവസ്തുതി, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് സർവസ്തുതി. ഇങ്ങനെ അള്ളാഹുവെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അവനിലേക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. റബ്ബുൽ ആലമീൻ, അർ റഹ്മാൻ, അർ റഹീം, മാലിക് യൗമിദ്ദീൻ. 4 വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെതായിട്ട് നമ്മൾ ഈ ആയത്തുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോരെ അള്ളാഹുവെ അടുത്തറിയാൻ? ഇപ്പൊ നമ്മൾ ശരിക്കും അള്ളാഹുവായിട്ട് അടുത്ത് കഴിഞ്ഞു, അവനുമായിട്ട് അടുത്ത കമ്പനി ആയി കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ആയത്തില് നാം അള്ളാഹുവെ വിളിക്കുന്നത്, അള്ളാഹുവെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? നീ എന്നാണ്. ഓർക്കുന്നില്ലേ, നമ്മള് ഹജ്ജ് കാലത്ത് അവിടെ വെച്ച് നടന്ന ഒരു ക്ലാസ്സിൽ, ഖുർആനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമസ്കാരത്തില് നല്ല കോൺസെൻട്രേഷൻ കിട്ടാൻ, ഏകാഗ്രത കിട്ടാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. അതിതായിരുന്നു, അവൻ 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 എന്ന് അള്ളാഹുവെ കുറിച്ച് പറഞ്ഞിട്ട് ആ അള്ളാഹു എങ്ങനെയാണ് പെട്ടെന്ന് നീ ആയത് എന്നത്. അപ്പൊ ശരിക്കും നീയും ഞാനും എന്ന നിലയ്ക്ക് നമ്മൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്, സ്വകാര്യ ഭാഷണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഇപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇനി മുഖാമുഖമുള്ള സംസാരമാണ്. ഇയ്യാക. എന്താ ഇയ്യ അർത്ഥം? ഇയ്യ മാത്രം എന്നാണ് അതിൻ്റെ ആശയം. ക നീ, ഇയ്യാക നീ മാത്രം, അല്ലെങ്കിൽ നിന്നെ മാത്രം, അല്ലെങ്കിൽ നിന്നോട് മാത്രം
എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇയാക്ക. അബദ യഅബുദു അടുത്ത വാക്ക്. അബദ ഇബാദത്ത് ചെയ്തു. അങ്ങനെ നമുക്ക് ഇപ്പോൾ അർത്ഥം പറയാം. യഅബുദു ഇബാദത്ത് ചെയ്യുന്നു. ഇവിടെ നൂന് കൊണ്ടാ തുടങ്ങുന്നു അല്ലെ. നഅബുദു എന്ന് പറയുമ്പോൾ ആ നൂന് കൊണ്ട് ഉദ്ദേശം ഞങ്ങൾ എന്നാണ്. മലയാളത്തില് ഞ എന്ന് പറയുമ്പോൾ അറബിയിലെ നൂന്. നഅബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അറബി വാക്കിനൊരു പ്രത്യേകതയുണ്ട്. മുമ്പിൽ എന്താണ് വരുന്നത്? ക്രിയകളില് ആദ്യം വരുന്ന അക്ഷരം അനുസരിച്ചിട്ട് അതിന്റെ കർത്താവിൽ ആരാണ് ചെയ്തത് എന്നതിൽ മാറ്റം വരും. അഅബുദു ആ കൊണ്ട് തുടങ്ങുമ്പോൾ ഞാനാണ്. തഅബുദു നീയാണ് അല്ലെങ്കിൽ അവളാണ്. അതേപോലെ യഅബുദു അവനാണ്. നഅബുദു ഞങ്ങൾ എന്നാണ് അർത്ഥം. നഅബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ പല പ്രയോഗങ്ങളും നടത്താറുണ്ട്. അഊദു ബില്ല, അഊദു ഞാൻ രക്ഷ തേടുന്നു. നഊദു ബില്ല എന്ന് പറഞ്ഞ എന്തായി? ഞങ്ങൾ രക്ഷ തേടുന്നു എന്നാണ്. നൂന് കൊണ്ടല്ലേ തുടങ്ങുന്നത്. അപ്പോ ഇയ്യാക്ക നിന്നെ മാത്രം, നഅബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വാവിന്റെ അർത്ഥം ആൻഡ് എന്നാണ്. ചേർത്ത് പറയുന്ന വാക്കാണ്. വേറെയും വാവുകളുണ്ട്, അത് അവിടെ എത്തും നമുക്ക് പഠിക്കാം. ഇയ്യാക്ക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നാണ്. ആന യുഈനു സഹായിച്ചു എന്നാണ്. ഔന് സഹായം. ഇവിടെ ഇസ്തആന എന്നാണ് വാക്ക്. സഹായം തേടി, ആവശ്യപ്പെട്ടു. ഇസ്ത ചേർത്ത് പറയുമ്പോൾ അങ്ങനെ ആണല്ലോ അർത്ഥം വരുന്നത്. വേറെ ചില വാക്കുകളില്ലേ, ഇപ്പോ എന്താണ് ഇസ്തിഗ്ഫാർ, ഇസ്തഗ്ഫറ പാപമോചനം തേടി എന്നാണ് അർത്ഥം. ആവശ്യപ്പെട്ടു, ചോദിച്ചു. ഇസ്തഗ്ഫറ പാപമോചനം തേടി. ഇസ്തആന സഹായം തേടി എന്നാണ് അർത്ഥം. ഇയ്യാക നസ്തഈൻ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണല്ലേ. ശരിക്കും ഈ രണ്ടും നമ്മൾ സ്വയം സന്നദ്ധരായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ്. അള്ളാഹു ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല അല്ലേ. അള്ളാഹു ആവശ്യപ്പെട്ടിട്ടാണ് നമസ്കരിക്കുന്നത്? അല്ല, നമ്മൾ സ്വയം സന്നദ്ധരായിട്ടാണ്. നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കാതിരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ സ്വയം സന്നദ്ധരായിട്ട് നിസ്കരിക്കാൻ. അപ്പൊ സ്വയം സന്നദ്ധരായി തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന വളരെ മഹത്തരമായ, വളരെ ഗൗരവമേറിയ രണ്ട് പ്രതിജ്ഞകളാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആമുഖം പറഞ്ഞപ്പോ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്ത് നമ്മൾ ഓതുമ്പോഴും അല്ലാഹു തആല അതിന് മറുപടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ? എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഹമിദനി അബ്ദി, എൻ്റെ ദാസൻ, എൻ്റെ ദാസി എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയാണ്. അർറഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എൻ്റെ ദാസൻ എന്നെ പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇയ്യാക നഅ്ബുദുവിൽ എന്തായിരിക്കും അള്ളാഹുവിന്റെ മറുപടി? ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ ദാസനും ഇടയിലുള്ള ഒരു കരാറാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ ദാസൻ എന്താണോ ചോദിച്ചത് അത് അവനുണ്ട്. വല്ലാത്ത വർത്താനമാണത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇയ്യാക നഅ്ബുദു ഓതുമ്പോ അല്ലെ, അതൊരു വിടലാണ്. കിട്ടിയാ കിട്ടി എന്നുള്ള രൂപത്തില്. അള്ളാഹു മറുപടി പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു താല മറുപടി പറയുമ്പോ നമ്മളത് ശ്രദ്ധിക്കാതെ പോകാന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധമായിരിക്കും അല്ലേ. വളരെ ഗുരുതരമായ വിഷയമല്ലേ. ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. അപ്പൊ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നമുക്ക് റിട്ടേൺ ആയിട്ട് അതിന്റെ റിപ്ലൈ തന്നു. പക്ഷെ നമ്മളത് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. എന്തൊരു നഷ്ടമായിരിക്കും. എങ്കിൽ അള്ളാഹു സാക്ഷാൽ റബ്ബുൽ ആലമീനായ തമ്പുരാനോടൊരു കാര്യം പറഞ്ഞിട്ട് അവൻ മറുപടി പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ
അപ്പൊ ഹാദാ ബൈനി വ ബൈന അബ്ദി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ പ്രതിജ്ഞ എനിക്കും എൻ്റെ ദാസനും ഇടയിൽ സംഭവിച്ചൊരു പ്രതിജ്ഞയാണ്. വലിഅബ്ദി മാ സഅൽ, എൻ്റെ ദാസൻ എന്താണ് ചോദിക്കുന്നത് അത് അവന് ഞാൻ നൽകും എന്ന് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ഈ ആയത്ത് എന്ന് മനസ്സിലാക്കാം, അല്ലെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇനി നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോവാം. ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അവിടെ നഅ്ബുദു എന്ന് പറഞ്ഞത് ഞങ്ങൾ എന്നാണ്. നമ്മൾ ചിലപ്പോൾ പാതിരാത്രിയില് ഇരുട്ടില് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റതാണ്, വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കാണ്, ലോകം തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ, അല്ലെ, നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ. അപ്പൊ ഞാനും എൻ്റെ റബ്ബുമാണ്. അപ്പൊ അവിടെ എന്തിനാ ഞങ്ങൾ എന്ന് പറയുന്നത്? ഞാൻ ഇബാദത്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോരെ? അത് പോരാ. എന്താ അങ്ങനെ? ഇസ്ലാമിന്റെ സാമൂഹികത നമ്മെ ബോധ്യപ്പെടുത്താൻ, നമ്മൾ ഇരുട്ടറയിലായാലും ഒറ്റക്കായാലും ഏതവസ്ഥയിലായാലും നമ്മൾ യഥാർത്ഥത്തിൽ തനിച്ചല്ല, നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ, എൻ്റെ കുടുംബവും എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ നാടും ലോകവും അങ്ങനെയാണോ? അങ്ങനെ ആകണം എന്നുള്ള ആഗ്രഹം കൂടിയാണ് അതിലുള്ളത്. ഇപ്പൊ അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ എൻ്റെ ആഗ്രഹം അതാണ്, ലോകം മുഴുവൻ നിനക്ക് ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇബാദത്ത് എന്ന വാക്കിലേക്ക് പോവാം. ഇബാദത്ത് നമ്മൾ നിരന്തരം പറയുന്നൊരു വാക്കാണ്, അല്ലെ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് നമ്മൾ എപ്പോഴും പറയും. മലയാളത്തിൽ എന്താ ഇതിന്റെ അർത്ഥം? സാധാരണ നമ്മൾ പറയുന്ന ഒരു അർത്ഥമുണ്ട്, ആരാധന എന്നാണ്, അല്ലെ? എന്നാൽ കുറച്ചുകൂടി ഖുർആനൊക്കെ പഠിക്കുന്ന ആളുകൾ എങ്ങനെ പറയാം? ആരാധന എന്ന് പറയും, അതിന്റെ കൂടെ അനുസരണം എന്ന് പറയും, പിന്നെ അടിമത്തം എന്നും പറയും. 3 വാക്കുകൾ. ഒരു വാക്കിന് 3 അർത്ഥങ്ങൾ ഉണ്ടാവോ? അല്ലെങ്കിൽ ഒരു വാക്കിന് എന്തിനാണ് 3 അർത്ഥം? ഒന്ന് പോരെ? അത് നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ആ ഭാഷയെക്കുറിച്ച് പറയാ ഉമ്മുൽ ലുഗാത്ത് എന്നാണ്, ഭാഷകളുടെ മാതാവ് എന്നാണ് പറയാം. മക്കയെക്കുറിച്ച് എന്താ പറയാ? ഉമ്മുൽ ഖുറ, അല്ലെ? നാടുകളുടെ അല്ലെങ്കിൽ നാഗരികതകളുടെ മാതാവ്, സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയും. എന്തുകൊണ്ട് അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കാൻ അറബി ഭാഷ തിരഞ്ഞെടുത്തു? ഖുർആനിൽ പലയിടത്തും കാണാം ഖുർആനൻ അറബിയൻ. ആ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? വളരെ സമ്പുഷ്ടമായ ഭാഷയാണ്. ചെറിയ വാക്കുകളിൽ വലിയ ആശയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഭാഷയാണത്. അതാണ് അതിന്റെ പ്രത്യേകത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകള് വളരെ കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. പക്ഷെ അതേ ആശയം നമ്മൾ മലയാളത്തിലാക്കി പറയുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും, മിനിമം അരമണിക്കൂറെങ്കിലും വേണ്ടി വരും, അല്ലെ? എന്താണെന്നറിയാം, നമ്മുടെ ഭാഷയൊക്കെ വളരെ ദരിദ്രമായ ഭാഷയാണ്. മോശമാക്കിയിട്ട് പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. വേദഭാഷകൾ വളരെ സമ്പുഷ്ടമായ ഭാഷയാണ്. ഇപ്പൊ സംസ്കൃതം വളരെ സമ്പുഷ്ടമായ ഭാഷയാണ്, കുറഞ്ഞ വാക്കിൽ വലിയ ആശയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഭാഷ. അറബി ഭാഷ അങ്ങനെയാണ്, കുറഞ്ഞ വാക്കിൽ വലിയ ആശയം പറയും. പല വാക്കുകൾ നിങ്ങൾ നോക്കിയപ്പോ തഖ്വ, നമ്മൾ എന്താ അർത്ഥം പറയാം? ഭക്തി, ഭയം, ഭയഭക്തി, സൂക്ഷ്മത എന്നൊക്കെ പറയും. ശരിക്കും അതാണോ അർത്ഥം? ആശയം അതാണോ? അതൊന്നും അല്ല. എന്താണ്? അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാം, അള്ളാഹു നിരോധിച്ചവയിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതാണ് തഖ്വ. പക്ഷെ മലയാളത്തിൽ നമുക്ക് പറയാൻ ഒറ്റ വാക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ പലതും പറയേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദീനിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മതം എന്ന് പറയും, പക്ഷെ മതം ശരിക്കും അതിന്റെ ആശയമല്ല. പറഞ്ഞല്ലോ, അഭിപ്രായം എന്നാണ് മതത്തിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇബാദത്ത് എന്ന വാക്കും നമ്മൾ പഠിക്കുമ്പോൾ ആരാധന എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ചില അനുഷ്ഠാനങ്ങൾ, ചില ചടങ്ങുകൾ, ചില കർമ്മങ്ങളാണ് വരിക, അല്ലെ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു ആരാധനയാണ്. അതുപോലെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഒക്കെ ആരാധനയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകൾ ഉണ്ടാവും. ക്ഷേത്രങ്ങളില്
പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ടാവും, ചർച്ചുകളിൽ കുർബാന നടക്കുന്നുണ്ടാവും, ഇതുപോലെ നമ്മുടെ പള്ളിയിൽ നമസ്കാരവും നടക്കുന്നു. അതിനാണ് ആരാധന എന്ന് പൊതുവെ പറയുന്നത്. ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കർമ്മം മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഒരാൾക്ക് നമസ്കരിക്കാൻ എത്ര സമയം വേണം? പരമാവധി 5 നേരം നിസ്കരിക്കാന് 2 മണിക്കൂർ നമുക്ക് വിട്ടുകൊടുക്കാം, വുളു എടുത്ത് നിസ്കരിക്കാൻ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ബാക്കി 22 മണിക്കൂർ, ഒരു ദിവസത്തില് 22 മണിക്കൂർ എനിക്ക് ഇഷ്ടം പോലെ ജീവിച്ചൂടെ? കാരണം അള്ളാഹുവിനുള്ളത് ഞാൻ കൊടുത്തല്ലോ, 2 മണിക്കൂർ കൊടുത്തു. ബാക്കി 22 മണിക്കൂർ എന്റേതാണ്, എനിക്ക് തോന്നും പോലെ ജീവിച്ചൂടെ? എന്താ പ്രശ്നം? അള്ളാഹു ചോദിച്ച 2 മണിക്കൂർ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വാദിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഇബാദത്ത് എന്ന് പറഞ്ഞാല് അതില് ആരാധനാ കർമ്മം മാത്രമല്ല, ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലുമുള്ള അനുസരണം അതിൽ വരും അല്ലെ. ഇപ്പൊ ബിസ്മി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, എന്നിട്ടോ വലത് കൈ കൊണ്ട് കഴിക്കണം, അടുത്തുള്ളത് കഴിക്കണം അല്ലെ, വിരലുകൾ കൊണ്ട് എടുത്ത് കഴിക്കണം. ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, വിരലുകൾ കൊണ്ട് എടുത്ത് കഴിക്കണം, കുറേശ്ശെയായിട്ട് ചവച്ചരച്ച് കഴിക്കണം. അങ്ങനെയൊക്കെയാണ്. വെള്ളം കുടിക്കുമ്പോഴും എടുത്ത വെള്ളം, വായിലേക്ക് എടുത്ത വെള്ളം ഇറക്കുകളായിട്ട് കുടിക്കണം. കഴിച്ച് കഴിയുമ്പോൾ അൽഹംദുലില്ലാ. ഇതെന്താ ശരിക്കും? അപ്പൊ ശരിക്കും ഭക്ഷണം കഴിക്കൽ ഒരു ഇബാദത്തായി മാറി, നമസ്കാരം പോലെ തന്നെ അല്ലെ. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവിടെയാണ് അനുസരണം വരുന്നത്. അള്ളാഹു കൽപ്പിച്ച പോലെ, എനിക്ക് തോന്നും പോലെയല്ല, അള്ളാഹു കൽപ്പിച്ച പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് ഇബാദത്താണ്, അത് ആരാധനയല്ല. മറിച്ച് എന്താണ്? നിസ്കാരം പോലെയൊന്നല്ല അത് അള്ളാഹുവിനുള്ള അനുസരണമാണ്. വേറെ ആരും കാണിക്കുന്ന മാതിരി അല്ല ഞാൻ ഭക്ഷണം കഴിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അനുസരിച്ചാണ്. അപ്പൊ അതിലൊരു അനുസരണം ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു അർത്ഥം പറയാം, അടിമത്തം എന്ന് പറയും അല്ലെ. നീ ആരുടെ അടിമയാണെന്ന് ചോദിച്ചാല് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഒരാളുടെ അടിമ എന്ന് പറയുമ്പോൾ അവൻ കൽപ്പിക്കുന്നത് ചെയ്യുക, അവൻ നിരോധിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക, അതിനല്ലേ അടിമത്തം എന്ന് പറയാം. അങ്ങനെ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും അല്ലെ. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോൾ ഹജ്ജ് ചെയ്ത് വന്നവരാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാ മാക്സിമം ജീവിതം പെർഫെക്റ്റ് ആക്കിയവരാണ് നമ്മൾ. അതേ സമയത്ത് ആരാധനാ കർമ്മങ്ങളിൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു കൽപ്പിച്ചപ്പോൾ കണ്ടില്ലേ, ഞാൻ സുജൂദ് ചെയ്യുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, വേറെ ആരെ മുമ്പിൽ ഞാൻ തലകുനിക്കില്ല. അതേ സമയത്ത് എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലോ ഞാൻ പലിശക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അപ്പൊ എനിക്ക് 2 പടച്ചോൻ, ആരാധനയ്ക്ക് ഒരു പടച്ചോനും സാമ്പത്തിക കാര്യങ്ങളിൽ പലിശയാകുന്ന പടച്ചോനാണ് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ പറയേണ്ടി വരില്ലേ? ദേഹേച്ഛക്ക് അടിമപ്പെടുക എന്ന അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ എല്ലാം ആരാധന മാത്രമല്ല, അനുസരണവും അടിമത്തവും എല്ലാം അള്ളാഹുവിനാണ്. ഇപ്പൊ നമ്മൾ അനുഷ്ഠിച്ച ഹജ്ജ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹജ്ജിലെ ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരൂല്ലേ, എന്തിനാണ് എന്നെ ഇങ്ങനെ കാബത്തിന്റെ ചുറ്റിലും വട്ടം കറക്കുന്നത്? എന്തിനാണ് സഫാ മർവക്കിടയിൽ ഇങ്ങനെ ഓടിക്കുന്നത്? എന്തിനാണ് 7 കല്ലെറിയുന്നത്? എന്തിനാണ് മിനയിൽ നിന്ന് ഞാൻ അറഫയിലേക്കും അവിടെ നിന്ന് മുസ്ദലിഫയിലേക്കും അവിടെ നിന്ന് വീണ്ടും മിനയിലേക്കും ഇങ്ങനെയൊക്കെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഓടിച്ചത്? ആലോചിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഒരു പിടുത്തവും കിട്ടൂല. നമ്മൾ അതിന് നമുക്ക് മനസ്സിലാകുന്ന ചില വിശദീകരണമൊക്കെ നൽകിയെങ്കിലും ശരിക്കും എന്താന്ന് ചോദിച്ചാൽ, നീ അങ്ങനെ ചെയ്യണം, അള്ളാഹു കൽപ്പിച്ചാണ്, അപ്പോൾ ആ കൽപ്പന ഞാൻ സ്വീകരിച്ചു, അതാണ് അടിമത്വം അല്ലെ. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, അതിൽ അടിമത്വമുണ്ട്. അപ്പൊ ശരിക്കും ഇബാദത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. അതിന് പഴയകാല പണ്ഡിതന്മാർ നൽകിയ മലയാളം എന്താണെന്നറിയോ? വഴിപ്പെടുക എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു. വഴിയിൽ പെട്ടുകൊടുക്കുക, അള്ളാഹുവിന്റെ വഴിയിൽ
പെട്ടുകൊടുക്കുക. ഇപ്പൊ ട്രെയിന് പോകുന്ന കണ്ടിട്ടില്ലേ? അത് ഇങ്ങനെ 2 പാളങ്ങളിൽ ആണ് അതിന്റെ ചക്രം. അതിലേക്ക് അത് വെച്ച് കഴിഞ്ഞാലോ പിന്നെ അതങ്ങനെ പോവാണ്. ആ വഴി തെറ്റാതെ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഇങ്ങനെ പോവാണ്. വഴിപ്പെടുക, ഒരു വഴി നിശ്ചയിച്ചിട്ട് അതിൽ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ. പഴയകാല പണ്ഡിതന്മാർ ഉപയോഗിച്ച വാക്കാണ്. ശരിക്കും അതാണ് ഏറ്റവും നല്ല വാക്ക് അല്ലെ? നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച നടന്ന വിഷയമാണ് ഇബാദത്ത്. ഇബാദത്ത് പണ്ഡിതരുടെ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട് വളരെ ഗഹനമായ ഒരു ഗ്രന്ഥമുണ്ട് മലയാളത്തിൽ. ഖുർആൻ ഗവേഷകനായിരുന്ന മർഹൂം KC അബ്ദുള്ള മൗലവിയാണ് ഗ്രന്ഥം എഴുതിയത്. അതിലൊക്കെ വിഷയം ഇതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാല് അത് ആരാധന മാത്രമാണോ, അതിൽ അനുസരണം ഉണ്ടോ, അതല്ല അടിമത്തം ഉണ്ടോ എന്നൊക്കെയുള്ള വമ്പിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഖുർആൻ തഫ്സീറുകൾ, അറബി തഫ്സീറുകൾക്ക് എടുത്തു നോക്കിയാൽ അഖ്സ ഗായത്തി തദല്ലുൽ എന്ന് കാണും. അത് അനുസരണത്തിന്റെ, വിധേയത്വത്തിന്റെ അങ്ങേ അറ്റമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശം. മനുഷ്യനെ അള്ളാഹു പഠിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ? മനുഷ്യനെയും ജിന്നുകളെയും പഠിച്ചതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിലാണ് 56-ാമത്തെ ആയത്തിൽ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ മനുഷ്യ ജിന്ന് വർഗങ്ങളെ ഞാൻ പഠിച്ചിട്ടേയില്ല. അപ്പൊ ആ ഇബാദത്ത് നമസ്കാരം പോലുള്ള കർമ്മങ്ങൾ മാത്രമായിരിക്കോ? ഓരോ നിമിഷവും ഓരോ ശ്വാസോച്ഛ്വാസവും എന്ന പോലെ അള്ളാഹുവിന് വഴിപ്പെടലാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ സഹോദരിമാര് വീട്ടില് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ? പുരുഷന്മാര് അധ്വാനിക്കാൻ പോകുന്നു, ചിലപ്പോൾ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കച്ചവടമോ അല്ലെങ്കിൽ മറ്റു ജോലികളൊക്കെ ആയിട്ട്. സഹോദരിമാർ വീട്ടിനകത്ത് മക്കളെ വളർത്തുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് പരിചരിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ എന്തിലാ വരിക? ഇതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകൂലേ? തീർച്ചയായിട്ടും നൽകും. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും നമുക്കതിന് പ്രതിഫലം തരും. കാരണം അവന്റെ പ്രീതിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മക്കൾ നന്നാവണം, അവരെ നല്ല നിലയ്ക്ക് വളർത്തണം, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതാണ് വജ്ജഹത്തുവിൽ നാം പ്രഖ്യാപിക്കുന്നത്, ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നമസ്കാരം. അതൊരു ആരാധനാ കർമ്മമാണ്. പിന്നെന്താ പറയാം? വനുസുക്കി, എൻ്റെ ത്യാഗ പരിശ്രമങ്ങൾ. ഹജ്ജ് എന്തായിരുന്നു? ഒരു നുസുക്കായിരുന്നു. അത് ഇബാദത്താണ്. അതോടൊപ്പം അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ. 1 മാസം കൊണ്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്തത് അല്ലെ? ശരിക്കും 6 ദിവസമാണ് ഹജ്ജ്. പക്ഷേ അതിലൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്താഗതിയൊക്കെ പാകപ്പെടുത്തി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ അത് നിർവഹിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിൽ നുസുക്കുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെ സഹായിച്ചും സേവിച്ചും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചും പൊരുത്തപ്പെട്ടുമാണ് നമ്മളത് പൂർത്തീകരിച്ചത്. വനുസുക്കി, ആ നുസുക്കാണ് ശരിക്കും ജീവിത വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും, വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക ഇടപെടലുകളെല്ലാം ആ നുസുക്കിലുണ്ട്. പിന്നെ പറയാണ് വ മഹിയായ, എൻ്റെ ജീവിതം, വ മമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. ഇതിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പെട്ടു. ചിലര് പറയൂലേ, ഇപ്പോ രാഷ്ട്രീയത്തിലൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടാവും അല്ലെ? വല്ല നീ ഒരു മുഅ്മിനല്ലേ, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാവോ? ഓ, ഇതെന്റെ രാഷ്ട്രീയ ജീവിതമാണ്, മറ്റതെന്റെ മതജീവിതം. അത് ഞാൻ കൃത്യമായിട്ട് വുളു എടുക്കുമ്പോഴൊക്കെ സുന്നത്തും ഷർത്തും ഒക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് ചെയ്യാൻ. പക്ഷെ ഇതെന്റെ രാഷ്ട്രീയ ജീവിതമാണ്, ഇതിൽ നേതാവ് പറയുന്നൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ആകാൻ പറ്റോ? പറ്റൂലല്ലോ. ഒരു മുഅ്മിനിന് അവന്റെ സംസ്കാരത്തിൽ ഒതുങ്ങിയുകൊണ്ട് മാത്രമേ മറ്റേത് കാര്യങ്ങൾ ഇടപെടാൻ പറ്റുള്ളൂ അല്ലെ? ഏത് രംഗമായാലും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ പറ്റില്ല. ഇപ്പൊ ലോകകപ്പ് കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, യമാൽ, അവനാണിപ്പോ താരം.
അവൻ വല്യമ്മ ഫാത്തിമാന്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന രംഗമൊക്കെ കണ്ടിട്ടില്ലേ ആ കുട്ടിയെ? നമ്മുടെ മക്കൾക്കൊക്കെ വലിയൊരു മാതൃകയാണ് ശരിക്കും, അല്ലേ? അതേസമയം പലപ്പോഴും മക്കള് ഈ ലോകകപ്പിൽ നിന്നൊക്കെ താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കും. അവരുടെ മുടി എങ്ങനെ വെട്ടിയത്, അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ മറ്റു പലതുമാണ് അവർ സ്വീകരിക്കാൻ ശ്രമിക്കുക, അല്ലേ? അതിലൊക്കെയും ഈ പ്രശ്നം വരുന്നുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ട്രെൻഡുകളുടെ പിന്നാലെ പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും ജീവിതത്തെ അള്ളാഹുവിന് വിട്ടുകൊടുക്കലാണ്. നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇബാദത്താണ്, അല്ലെ? ഖുർആൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കുമ്പോൾ അതൊരു ഇബാദത്താണ്. അപ്പൊ അതിനാൽ അത് എല്ലാ രംഗത്തും ഒരുപോലെ നടപ്പിൽ വരുത്തുന്ന ഒരു സംഗതിയാണ്. ശരിക്കും നമ്മളത് പഠിച്ച് ഉൾക്കൊള്ളേണ്ട കാര്യമാണ് എന്ന് പറയും. ഇത് നമ്മൾ സ്വയം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കും റബ്ബേ എന്ന് അള്ളാഹുവോട് സ്വയം അങ്ങോട്ട് പറയാണ്. അങ്ങനെ നിസ്കരിച്ച ഒരാള് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ വാക്ക് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസ വഞ്ചന നടത്തുന്നു, ഇങ്ങനെയൊക്കെ ആകുമ്പോഴോ ഇതിനെതിരായിട്ടാണ് അത് വരുന്നത്. അല്ലാതെ നിസ്കാരം വേറെ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തു, ഇത് എൻ്റെ വ്യക്തി ജീവിതമാണ്, ഇതെനിക്ക് തോന്നും പോലെയാണ്, ഇങ്ങനെ പറയാൻ പറ്റും? സാധ്യമല്ല. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമുക്ക് ചെറിയൊരു ടാസ്ക് ഏറ്റെടുത്താലോ? അമ്മ ജുസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അമ്മ ജുസുവിൽ എവിടെയൊക്കെയാണ് ഇബാദത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ വന്നിട്ടുള്ളത്? അമ്മ ജുസ് ഏതാണ്ട് നമ്മൾ കാണാതെ പഠിച്ചോ, അല്ലെ? ഇങ്ങനെയാണെങ്കിൽ വെറുതെ ഒന്ന് പരതി നോക്കിയാൽ മതി. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഏത് സൂറയാ? സൂറത്ത് ഖുറൈശിലുണ്ട്. ഇതുപോലെ ഉണ്ടല്ലോ, ഒരു സൂറത്തിൽ ഒരുപാട് തവണ വരുന്നുണ്ട്. അത് ഏത് സൂറയാന്ന് ഞാൻ പറയില്ല, അമ്മ ജുസിൽ. അതുപോലെ വേറെയും സൂറത്തുകൾ വരുന്നുണ്ട്. അത് ഒന്ന് പരതി അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കണം. അതില് പ്രധാനപ്പെട്ട ഒരു ആയത്ത് സൂറത്തുൽ ബയ്യിനയിലാണ് ഉള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സക്കാ വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തുൽ ബയ്യിനയിൽ 2 തവണ ദീന് വന്ന ആയത്ത് കൂടിയാണിത്, അല്ലെ? 5-ാമത്തെ ആയത്ത്. അതിൽ ഇബാദത്ത് പറയുന്നുണ്ട്. എന്താണ്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടത്. മുഖ്ലിസീൻ, അവന് മാത്രം ആയിക്കൊണ്ട്, നിഷ്കളങ്കരായിട്ട്. ലഹുദ്ദീൻ, അനുസരണം അവന് മാത്രമാക്കിയവരായിട്ട് ഇബാദത്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. അള്ളാഹുവിന് അനുസരണം അള്ളാഹുവിനാക്കിക്കൊണ്ട്, അവന് മാത്രമാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുക. അപ്പൊ അവിടെ അത് വന്നു. അബ്ദ് എന്ന് പറയുമ്പോൾ അടിമ എന്നാണ്. അപ്പൊ ഇബാദത്തിൽ അടിമത്തുണ്ട്. സൂറത്ത് യാസീനിലെ 60-ാമത്തെ ആയത്തിലെ അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലേ? എന്ത്? അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തതല്ലേ, കരാർ ചെയ്തതല്ലേ? ആരെങ്കിലും പിശാചിനെ ഇബാദത്ത് ചെയ്യോ? അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടും പോലെ ഷൈത്താനു അക്ബർ, ഇങ്ങനെ ആരെങ്കിലും കൈകെട്ടോ? ആരും കൈകെട്ടൂല, അല്ലെ? പിശാച് എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടത്തോടെ പിശാചിന്റെ അടുത്തേക്ക് പോകുമോ? ഇല്ല. പിന്നെ എന്താണ് പിശാചിനുള്ള ഇബാദത്ത്? അവിടെ അനുസരണമാണ്, അല്ലെ? നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിലേക്ക് മാറുമ്പോൾ അത് പിശാചിനുള്ള അനുസരണമായിട്ട് മാറും. അല്ലാതെ പിശാചിനെ ആരും ആരാധിക്കാറില്ലല്ലോ. ഇങ്ങനെ ഖുർആനിൽ നിന്ന് തന്നെ ഇതിന്റെ വിശദീകരണം നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിനക്ക് മാത്രം ആരാധനയും അനുസരണവും അടിമത്വവും എല്ലാം, എൻ്റെ ജീവിതം മുഴുവനും നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇനി 2-ാമത്തെ ഭാഗം, വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു.
അള്ളാഹുവോട് മാത്രമേ സഹായം തേടുള്ളൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മുമ്പിലേ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുള്ളൂ. അള്ളാഹു മാത്രമാണ് എൻ്റെ അഭയ കേന്ദ്രം, അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. വഇയ്യാക നസ്തഈൻ. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, മറ്റാരോടും സഹായം തേടാൻ പാടില്ലേ? ഇപ്പൊ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഏതോ ഒരു കമ്പനിക്കാരൻ ഏതോ ഒരു മില്ലിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ അയാളുടെ സഹായം തേടി. ഒരു ടൈലർ എടുത്ത് കൊണ്ടുപോയിട്ട് തയ്പ്പിച്ചതാണ്. അപ്പൊ ഞാൻ അയാളുടെ സഹായം തേടി, അല്ലേ? എല്ലാം അങ്ങനെ ആയിരിക്കല്ലേ നമ്മുടെ ലൈഫ്? നമ്മൾ പരസ്പരം സഹായം തേടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതൊന്നും പാടില്ലേ? വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? ഉദാഹരണത്തിന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോ ഡോക്ടറോട് അസുഖം പറഞ്ഞു, മരുന്ന് തന്നു, നമ്മുടെ അസുഖം മാറി. ഇപ്പൊ ഡോക്ടറുടെ സഹായം തേടി, അല്ലേ? ഇപ്പൊ ഡോക്ടറല്ലേ എൻ്റെ അസുഖം മാറ്റി തന്നത് എന്നൊരാൾ പറഞ്ഞാലോ? ഡോക്ടർ ശരിക്കും അവിടെ നിമിത്തമായതാണ്, അങ്ങനെയല്ലേ? അദ്ദേഹം ഒരുപാട് കാലം പഠിച്ച അനുഭവ സമ്പത്തുള്ള ആളാണ്, ചികിത്സയിൽ വിദഗ്ധനാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് നിശ്ചിത ഫീസ് നൽകിയിട്ട് അദ്ദേഹത്തിന്റെ സേവനം സ്വീകരിച്ചതാണ്. അപ്പൊ ഈ അസുഖം മാറാനുള്ള നിമിത്തമാണ് ഡോക്ടർ. പക്ഷെ അസുഖം മാറ്റിയതാരാണ്? അള്ളാഹുവാണ്. ഇങ്ങനെ മാത്രമാണ് അതിൽ വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഡോക്ടറാണ് എൻ്റെ അസുഖം മാറ്റിയത് എന്ന് പറഞ്ഞാലോ അത് ശിർക്കായിട്ട് മാറും. ആ വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യനോട് സഹായം തേടാമോ? കാര്യ കാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടാം. അങ്ങനെ നമ്മൾ എല്ലാ സഹായവും തേടുന്നത്. ഞാൻ ഈ തുണി ടൈലറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തയ്പ്പിച്ചു, അയാൾക്ക് അതിൻ്റെ പ്രതിഫലം നൽകിയിട്ട് ഈ ഡ്രസ്സ് ഞാൻ സ്വീകരിച്ചു, അല്ലെ? എന്നുള്ളതാണ്. അവിടെ കാര്യകാരണ ബന്ധങ്ങളുണ്ട്. ഇനി ഏത് വിഷയത്തിലും ഒന്നാമതായിട്ട് അള്ളാഹുവോട് സഹായം തേടണമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ചെരുപ്പിന്റെ വാറ്, ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയാൽ തൊട്ടടുത്ത് തന്നെ കട കണ്ടു, പോക്കറ്റിൽ 1000 രൂപയുണ്ട്, വേഗം പോയി വാങ്ങിക്കളയാം. അങ്ങനെയല്ല, ഉടനെ അള്ളാഹുവിൽ ശരണം തേടണമെന്നാണ്. അള്ളാഹുവേ, എൻ്റെ ഈ പ്രയാസം നീ എളുപ്പമാക്കി തരണേ എന്ന് അള്ളാഹുവോട് തേടണം. എന്നിട്ടാണ് കടയിലേക്ക് പോകേണ്ടതെന്ന്. കാരണം എല്ലാ കാര്യവും അള്ളാഹുവിന്റെ നിശ്ചയത്തിലാണ് നടക്കുക. അപ്പൊ അതേ സമയത്ത് മറ്റു ചില വിഷയങ്ങളുണ്ടല്ലേ? എന്താണ്? അള്ളാഹുവിൽ നിന്ന് മാത്രം തേടേണ്ടതും അവന് മാത്രം സാധിപ്പിച്ചു തരാൻ കഴിയുന്നത്. അതേസമയം ഭൗതികമായിട്ട് അതിന്റെ നിമിത്തങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഒരാൾക്ക് കുഞ്ഞുണ്ടാകുന്നില്ല, നമ്മൾ ഹറമിൽ പോയി പ്രാർത്ഥിക്കുന്നു, അത് മാത്രം മതിയോ? പോരാ. അതനുസരിച്ച് അയാൾ നാട്ടിൽ ട്രീറ്റ്മെന്റ് നടത്തണം, അല്ലെ? ആ നിലക്കുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നതാണ്. എന്നാൽ അള്ളാഹുവിലുള്ള നമ്മുടെ പ്രതീക്ഷ അതിനപ്പുറമാണ്. അവൻ തീരുമാനിച്ചാല് ഏത് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അവന് സാധിക്കും. അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കാണുന്നു. ഹറമിൽ പോയി ദുആ ചെയ്ത് ഉത്തരം കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനാൽ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇതിനെ പലരും ഇങ്ങനെ പറഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്നത് കാണാം. എങ്ങനെ? നമ്മൾ നേരിട്ട് എങ്ങനെ അള്ളാഹുവോട് ചോദിക്കാം? അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇടയാളന്മാരെ ഉപയോഗപ്പെടുത്താം. അതിനെന്താ ഉദാഹരണം പറയാന്നറിയാം? എന്താ പറയാ? ഇപ്പോ കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് കാശ് വേണം ടൂറ് പോകാൻ. അപ്പൊ നേരിട്ട് വാപ്പയുടെ അടുത്ത് ചോദിക്കാൻ പേടിയാണ്. അപ്പൊ ഉമ്മയുടെ അടുത്ത് പറയും, എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ആ കാശൊന്ന് വാങ്ങിച്ചു തരണം, ഒരു റെക്കമെൻഡേഷൻ. അപ്പൊ ഉമ്മ ചെന്ന് പറയാണ്, മോനെ പിന്നെ ടൂറ് പോകാനുണ്ട്, അവനൊരു 1000 രൂപ കൊടുത്തേക്ക്. അപ്പൊ വാപ്പ കൊടുത്തു. ഇതാണ് ഇതിന് ഉദാഹരണം പറയാം. അല്ലെങ്കിൽ എന്താ പറയാം? നമ്മളിപ്പോ കരണ്ട് ലൈന് എടുക്കുന്നില്ലേ? എങ്ങനെയാണ്? 110 kV നേരിട്ട് എടുത്താല് എല്ലാ ബൾബും ഒക്കെ അടിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യും? ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ പവറിൽ മാത്രമാണ് കരണ്ട് എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഉദാഹരണം പറയാ. പക്ഷെ അള്ളാഹു എന്താ പറഞ്ഞത്? ഉദ്ഉ ലീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കും.
നേരിട്ട് 110 kV തന്നെ കൊളത്താനാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഫീസ് അടിച്ചു പോകാം. അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പൊ ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ രീതി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഖണ്ഡിതമായിട്ടത് പറയാണ്, അല്ലാഹു ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ആശയം. അവിടെ ഇയ്യാ എന്ന വാക്കുണ്ടല്ലോ, അത് പറയുന്ന കാര്യത്തെ ശക്തിപ്പെടുത്താണ്. മാത്രം എന്ന് ആ വാക്കിന് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ അർത്ഥം കാണണമെന്നില്ല. പക്ഷെ തഫ്സീറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. നിന്നോട് തന്നെ എന്ന് പറയാം, നിന്നോട് തന്നെയാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നായിക്കോട്ടെ, എങ്കിലും കുഴപ്പമില്ല. അപ്പൊ മറ്റാരോടും അള്ളാഹുവോട് ചോദിക്കും പോലെ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതാണ് എന്നുകൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ ആയത്ത് ശരിക്കും തൗഹീദ്, ഏകദൈവത്വം എന്ന് പറയുന്ന അടിസ്ഥാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ്. അള്ളാഹുവോട് മാത്രം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത്, അള്ളാഹുവോട് മാത്രം സഹായം തേടൽ എന്നത് വളരെ ഖണ്ഡിതമായിട്ട് മനസ്സിലാക്കണം. പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നില്ലേ, നീ ഒന്ന് അവിടെ പോയി നോക്ക്, അവിടെ പോയിട്ട് പലർക്കും പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓടുന്നത് കാണാം. അപ്പൊ മനസ്സ് അള്ളാഹുവിൽ നിന്ന് അകന്ന് ദുർബലപ്പെട്ട് നിരാശപ്പെട്ടു പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറിച്ച് അവനുമായിട്ട് കൂടുതൽ അടുത്ത് ഇബാദത്തുകൾ ചെയ്ത് ദിക്റുകൾ ചെയ്ത് ഈമാനിനെ ശക്തിപ്പെടുത്തുമ്പോൾ അവനോട് മാത്രം തേടാനുള്ള ഉൾക്കരുത്ത് നമ്മിലുണ്ടാവും. അവൻ നിശ്ചയിച്ചെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്. അങ്ങനെ സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ ഈ ആയത്ത് ഈ സൂറയിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ആശയം പഠിപ്പിക്കുന്ന ആയത്താണ്. ഈ ഇബാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിയും കുടുംബവും സമ്പത്തും രാഷ്ട്രവും ഭരണവും ലോകം തന്നെയും മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരുമ്പോൾ നമ്മൾ അള്ളാഹു അല്ലാത്ത ആരെയും ഭയപ്പെടാത്ത, ആരെയും ആശ്രയിക്കാത്ത, ആരുടെയും സഹായം തേടാത്ത അവസ്ഥയിൽ പരിപൂർണതയുടെ ഈമാനിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ഈ ആയത്തുകൾ കൂടുതൽ വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഇതിന്റെ വിശകലനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ അടിസ്ഥാന ആശയങ്ങളെ വളരെ ഭദ്രമായി അറിയാനും പഠിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബേ. മക്കളുടെ പഠനം, അവരുടെ ജോലി, അവരുടെ വിവാഹം, ഭാവി ജീവിതം, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും മറ്റെല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹുവെ സഫലീകരിക്കണേ റബ്ബേ. നിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് നിന്നോട് മാത്രം സഹായം തേടുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. രോഗങ്ങളിൽ നിന്ന്, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന്, കുടുംബപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസവും പരിഹാരങ്ങളും നൽകണേ നാഥ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ ഇടം നൽകണേ റബ്ബേ. പഠിച്ചവനെ, ഈ ക്ലാസ്സിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, ഗൾഫ് നാടുകളിലുള്ള സഹോദരങ്ങൾ പല പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നു നാഥ. അവർക്കെല്ലാം മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പ്രയാസകരമായ അന്തരീക്ഷത്തെ മാറ്റി സമാധാനവും സുരക്ഷിതത്വവും സന്തോഷവുമുള്ള ഒരു നാൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.